3, 2, 1. ഹായ് എവരിവൺ. 2025 കുറച്ച് ദിവസത്തിൽ എൻ്റെ ചെയ്യാൻ പോവാണ്. ബട്ട് ദ മെമ്മറീസ് റിമെയിൻ. ആൻഡ് ഇറ്റ് ഇസ് 2026 തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ വിഷൻ ബോർഡ് എന്നുള്ള ഐഡിയ ഒക്കെ കേട്ടു തുടങ്ങി. അങ്ങനത്തെ കുറേ വീഡിയോസ് ഒക്കെ കണ്ടത്. അപ്പോൾ ഞാനും ചെറിയൊരു വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യാറുണ്ട് എന്തൊക്കെ ആയിരിക്കണം ഈ നെക്സ്റ്റ് ഇയറിലേക്ക് എൻ്റെ ഗോളോ എൻ്റെ വിഷനൊക്കെ എന്തൊക്കെ ആയിരിക്കണം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ആലോചിച്ചത് എന്തുകൊണ്ട് 2025 ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, എത്രമാത്രം നടന്നിട്ടുണ്ടോ എന്ന് എന്തുകൊണ്ടെന്ന് അനലൈസ് ചെയ്തുകൂടാ. അപ്പോൾ ദിസ് ഇസ് 2025 റിവൈൻഡ് ഇൻ എ ഗ്ലാൻസ്. അപ്പോൾ ഞാനിതിവിടെ ഈ വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് 2025 ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നോട്ട് ദാറ്റ് ടു പേഴ്സണൽ കാര്യങ്ങളല്ല, പക്ഷേ എങ്കിലും എനിക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്യണം തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് സെഗ്മെന്റ്സ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് മെല്ലെ പറയാം. ചോദിക്കും. മെയിൻ ഗോൾ. എൻ്റെ മെയിൻ ഗോൾ 2025 ഒരു മെയിൻ ഗോൾ എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു ജോലി കിട്ടണം എന്നുള്ളത് തന്നെയായിരുന്നു. അത് 2024 2022 തൊട്ട് ട്രൈ ചെയ്ത് തുടങ്ങിയ ഒരു കാര്യമാണ്. ഒരു 2-3 ഇയേഴ്സിലുള്ള ഒരു ലോങ് ട്രൈ ആണ്. അത് 2025 അതെനിക്കൊരു ഒരു ഗോളായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത്. അതിനുള്ള ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് തോന്നി തുടങ്ങിയത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഗോള്. അച്ചീവ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരു 20 എപ്പോഴും ഞാനിങ്ങനെ ഇയർ പറയുന്നില്ല. ഓക്കെ, 2025. അപ്പോൾ ആ വർഷം ഒരു ജൂണിൽ ആണ് എൻ്റെ ഫസ്റ്റ് ജോലി എനിക്ക് കയറാൻ പറ്റി. പിന്നെ ഇപ്പം എനിക്ക് ആലോചിക്കുന്ന സമയത്തും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ചെറിയ മെല്ലെ മെല്ലെ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഐ ഓൾസോ ഹാവ് സ്റ്റാർട്ടഡ് ടു സക്സീഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഞാൻ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് വെൻ ഇറ്റ് കംസ് ടു അക്കാഡമിക്സ് ഒരു കരിയർ. അപ്പോൾ അത് കുറച്ചും കൂടി ലൈറ്റായിട്ട് സംഭവിച്ചത് 2025 ബട്ട് വിത്ത് എ ലോട്ട് ഓഫ് എഫേർട്ട്സ്. അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കിനും ആണ് എനിക്ക് ഹാർഡ് വർക്കിന് കിട്ടിയ റിസൾട്ട് ആണ് എനിക്ക് ദ വൺ ദാറ്റ് വിൽ ചെറിഷ് ഇൻ 2025. മൂവീസ് കാര്യം പറയുമ്പോൾ ഞാൻ ശരിക്കും അത്ര മൂവി ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു സയൻസ് ഫൈലൊന്നും അല്ല. മൂവീസ് കാണാൻ ഇഷ്ടമാണ്. അത് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ജോണർ ഓഫ് മൂവീസ് ഉണ്ട്, അത് ഞാൻ എൻജോയ് ചെയ്യും, അങ്ങനെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൂവീസ് ഇറങ്ങണ മൂവീസ് തിയേറ്ററിൽ പോയി കാണണം അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അങ്ങനെ ചാൻസ് കിട്ടിയിട്ട് നമ്മൾ റിലേറ്റീവ്സിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു ഇവൻ അച്ഛനോടും അങ്ങനെ വാശി പിടിക്കണം അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല ഞാൻ. പക്ഷെ ഈ വർഷം ഇവിടെ വന്ന ശേഷം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ക്വാളിറ്റിയാണത്. മൂവീസ് ഇറങ്ങുന്ന മൂവീസ് പോയി കാണണം, ഒരു 1 or 2 വീക്സ് പോയി കാണുക എന്നുള്ളത്. അപ്പോൾ അതിന് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വാട്ട് ദ മൂവീസ് ഇപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടിനുള്ള എക്സൈറ്റ്മെന്റ് അതൊക്കെ ശരിക്കും ഇപ്പോഴാണ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഈ വർഷം ഓഫ് കോഴ്സ് നല്ല നല്ല മൂവീസ് നമുക്ക് മലയാളത്തിലാണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കിഷ്കിന്ദ കാണ്ഡം, എക്കോ ആണ് ഫസ്റ്റ് ഓർമ്മ വരുന്ന 2 മൂവീസ്. പിന്നെ കാന്താര, ഓഫ് കോഴ്സ് കാന്ത, പിന്നെ ARM, ഇതൊക്കെയാണ് ഓർമ്മ വരുന്ന കുറച്ച് നല്ല മൂവീസ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ ഒട്ടും മലയാളം മൂവീസ് ഞാൻ അങ്ങനെ അത്ര ശരിക്കും ഇത് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടമാണെന്നില്ല. ഒരുപാട് മൂവി ലവേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ. ഞാനെന്തോ അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ എനിക്ക് കൂടെ എനിക്ക് ഈ വർഷം ഞാൻ 2 ഇംഗ്ലീഷ് മൂവീസ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു, എൻജോയ് ചെയ്തു. സൂപ്പർമാൻ ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അത് ഞാൻ ലേറ്റ്ലി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ഹാബിറ്റാണ്. അതെനിക്ക് 2025 ആ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ 2026 അതെനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഹെൽത്ത് കാണുമ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ കഴിക്കാറില്ല എന്നാണ് ചോദിക്കാറുള്ള. പക്ഷെ ഞാൻ കുറച്ചൊക്കെ കഴിക്കുന്ന ആളാണ് എന്ന് ഫസ്റ്റ് പറയാണ്. അപ്പോൾ ഞാൻ പക്ഷെ പുറത്തുനിന്ന് കഴിക്കുന്ന അങ്ങനെ ഭയങ്കര പ്രിഫർ ചെയ്യുന്ന ആളല്ലായിരുന്നു. ഇപ്പം ലേറ്റ്ലിയാണ് പുറത്തുനിന്നൊക്കെ കുറച്ചും കൂടെ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പം ഇപ്പൊ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ശീലം, അല്ലെങ്കിൽ അതിന് 2025 ഒരു വിഷൻ തന്നെ പറയാം. ജസ്റ്റ് മെനു കാണുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന എൻ്റെ കുറച്ച് കംഫർട്ട് ഫുഡ് ഉണ്ട്. അപ്പൊ അത് മാത്രം ഓർഡർ ചെയ്യുന്ന ഒരു ശീലമാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഡിഫറെന്റ് ടേസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ തലപ്പക്കട്ടായി ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആന്ധ്ര ഫുഡ് നല്ലപോലെ, ഇപ്പൊ ആന്ധ്ര ഫുഡ് നല്ലപോലെ കുറെ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചാബി ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറാനി ചായ്, പിന്നെ എന്താ
അഫ്ഗാനി ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന ഫുഡായിട്ട്. പക്ഷെ എങ്കിലും ആ ഒരു ശീലം ഡെവലപ്പ് ചെയ്യാന്നുള്ളായിരുന്നു. കുറെ ടേസ്റ്റുകൾ ട്രൈ ചെയ്യാന്നപ്പുറം ആ ശീലം ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു സാധനമായിരുന്നു എയിം. അപ്പൊ അത് പറ്റിയിട്ടുണ്ട്. അടുത്ത ചോദിക്കുക. കുക്കിംഗ്. ഓക്കെ. കുക്കിംഗ് നമ്മളെന്തായാലും പുറത്ത് വന്ന് വീടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമ്മൾ നിർബന്ധിതരാകും കുക്ക് ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കുക്കിംഗ് അറിയാം, ഐ വുഡ് പ്രൗഡ്ലി സേ ഓർ കോൺഫിഡൻ്റ്ലി സേ ഐ നോ കുക്കിംഗ് ഓർ ഐ ലവ് കുക്കിംഗ്. കുറെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ ഉള്ളൊരു ധൈര്യം വന്നു തുടങ്ങി. അപ്പോൾ കുറെ ഈ 2025 നോക്കുകയാണെങ്കിൽ തന്നെ കുറെ കുക്ക് ചെയ്തു, കുറെ കാര്യങ്ങൾ. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നതെങ്കിൽ ടൊമാറ്റോ റൈസ്, പിന്നെ നല്ലപോലെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. സാമ്പാർ, മോര് കറിയൊക്കെ നല്ലപോലെ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്തു, ഗോബി മഞ്ചൂരിയൻ ട്രൈ ചെയ്തു, ബിരിയാണി ട്രൈ ചെയ്തു, അഫ്ഗാനി ഐറ്റംസ് ട്രൈ ചെയ്തു, സാൻഡ്വിച്ച് ട്രൈ ചെയ്തു, ലേറ്റ്ലി സാൻഡ്വിച്ച് ട്രൈ ചെയ്തു. അപ്പം അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഡിഷസ് ട്രൈ ചെയ്യാനുള്ളൊരു ധൈര്യം ശരിക്കും വന്നു. അതുകൊണ്ട് ഐ എം ഹാപ്പി വിത്ത് കുക്കിംഗ്. കുക്ക് ചെയ്യാൻ കുറേ കോൺഫിഡൻ്റ് ആയി. ട്രാവൽ ആലോചിക്കുമ്പോൾ ഈ വർഷം അങ്ങനെ ഒരു ലോങ് ട്രിപ്സ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ വളരെ ഷോർട്ട് ക്യൂട്ട് മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്സ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രാവൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരണം, ഞാൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 to 2 hour ഒരു വൺ സൈഡ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അത് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ലെറ്റ് മി ടോക്ക് അബൌട്ട് ട്രിപ്സ്. പോയി വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, ബാംഗ്ലൂർ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ പാലസ് കണ്ടിട്ടുണ്ട്. പിന്നെ NGMA, നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങളുടെ ഒരു കളക്ഷൻ ആയിട്ടുള്ള സ്ഥലം അവിടെ കണ്ടിട്ടുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ വിശ്വേശ്വരയ്യ മ്യൂസിയത്തിൽ പോയി. അങ്ങനത്തെ കുറച്ച് നമ്മൾ എല്ലാവരും പോകുന്ന പോലെ തന്നെ ചെറിയ ട്രിപ്പ് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ മൈസൂർ ആണ് ഒന്ന് പോയിട്ടുള്ളത്. അത് നല്ല മെമ്മറബിൾ ആയിരുന്നു. അതൊന്ന്. പിന്നെ വർക്കല ആൻഡ് കോവളം, അത് ശരിക്കും ഒരു സ്പെഷ്യൽ ഡേന്റെ ഭാഗമായിട്ട് പോയതാണ്, വെഡിങ് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പോൾ ദാറ്റ് ഈസ് വെരി സ്പെഷ്യൽ. ദാറ്റ് വാസ് മെമ്മറി. ഇറ്റ് വിൽ ബി ഓൾവേസ് സ്പെഷ്യൽ. കോവളം വന്ന് നമ്മൾ പോയപ്പോൾ ഒരു സീസൺ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് കോവളത്തേക്കാളും എനിക്ക് ഓർമ്മയുള്ളത് വർക്കലയിൽ പോയാൽ നമ്മൾ രാത്രി നടന്നതും നല്ലായിരുന്നു, ഭയങ്കര നല്ലായിരുന്നു. കുറച്ചും കൂടെ ഒരു എന്താ പറയുക, മോഡേൺ ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ നല്ലായിരുന്നു. ബിക്കോസ് ദാറ്റ് ഇസ് ടു പേഴ്സണൽ ആയി എനിക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് മൈസൂർ ഒന്ന് ഫാമിലിയുടെ കൂടെ ഞാൻ ഒരു തവണ പോയതാണ്. അതൊരു 9th പഠിക്കുന്ന സമയത്ത്. ഇത് സെക്കൻഡ് ടൈമാണ് പോകുന്നത് മാരേജിന് ശേഷം. അപ്പോൾ അന്ന് ഫാമിലിയുടെ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളാണെന്ന് നമ്മൾ കുട്ടിയാണല്ലോ. അപ്പോൾ അവർ ഗൈഡ് ചെയ്യാനുള്ളത് ചെയ്യുക. അവർ പോകും, നമ്മൾ പുറകെ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ തന്നെ സ്ഥലങ്ങളൊക്കെ എവിടെ പോകണം കണ്ടുപിടിച്ച് അങ്ങനെ പോയതുകൊണ്ട് ദാറ്റ് വാസ് നൈസ്. അതൊരു ഡിഫറെന്റ് ഒരു പോയ സ്ഥലത്താണെങ്കിലും അങ്ങനത്തെ ഒരു ഇതല്ല, ഡിഫറെന്റ് 2 മെമ്മറീസ് ആർ ദെയർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ചിത്രദുർഗ എൻ്റെ പേരുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു. എൻ്റെ കസിൻ്റെ എൻ്റെ പേര് ചേർന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ബെല്ലരി, ചിത്രദുർഗ, തുംകൂർ ബെൽറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ ആ സ്ഥലം പോയി കാണണം, അങ്ങനെ കാണണം. പക്ഷെ അത് ഞാൻ സ്വപ്നത്തോടെ വിചാരിച്ചില്ല എനിക്ക് അവിടെ പോകാൻ പറ്റും. അതൊരു മാരേജ് ആയിട്ട് പെട്ടെന്ന് അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു, ഒരു മാരേജിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് നല്ലായിരുന്നു. ആ സ്ഥലം കാണാൻ പറ്റി. ദാറ്റ്സ് വെരി പീസ്ഫുൾ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലം. സോ ട്രിപ്സ് ആലോചിക്കുമ്പോൾ ഇപ്പം ഇത്രയാണ്. പക്ഷെ എനിക്ക് നെക്സ്റ്റ് ഇയറിൽ എനിക്ക് കൂടുതൽ ട്രിപ്സ് തുടങ്ങണം എന്നുള്ളതുണ്ട്. എനിക്ക് കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ മെല്ലെ എല്ലാം കൂടെ ഒരുമിച്ച് പറ്റില്ല. മെല്ലെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം എന്നിട്ട് ആ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം എന്നുണ്ട്. ദാറ്റ് ഇസ് അബൌട്ട് ട്രിപ്സ്. സോഷ്യലൈസിങ് ഞാൻ എന്നെ അറിയുന്ന കുറെ പേര് എനിക്ക് തോന്നുന്നു എന്നൊരു ഇൻട്രോവേർട്ട് ആയിട്ട് എന്നെ ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക. ഞാനൊരു ഇൻട്രോവേർട്ട്, കറക്റ്റ്ലി ഇൻട്രോവേർട്ട് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ധൈര്യമാണ്. അത് എന്താണെന്ന് അറിയില്ല, ക്യാമറ ഫേസ് ചെയ്യാൻ ധൈര്യമാണ്. ഇനിയിപ്പോൾ ഒരു സ്റ്റേജിൽ നിന്നിട്ട് എന്തെങ്കിലും പറയാനും എനിക്ക് ധൈര്യമാണ്. പക്ഷെ ഇന്നത്തെ തന്നെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ആളുകളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് മടിയല്ല, നാണമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സോഷ്യലൈസിംഗിൽ ഇപ്പോൾ എൻ്റെ ഒരു സ്കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ 2 of 10. അത് കുറച്ച് കുറവാണ്. പക്ഷെ എങ്കിലും വളരെ ലേറ്റ്ലി 2025 അതും എൻ്റെ ഒരു വിഷൻ തന്നെയായിരുന്നു.
കുറച്ചും കൂടെ. കാരണം നമ്മൾ വേറൊരു സിറ്റിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവണം ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ കുറച്ചൊരു ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് വന്ന സമയത്ത് എൻ്റെ ഇംഗ്ലീഷ് കറക്റ്റ് ആവോ, ഇംഗ്ലീഷ് പ്രോപ്പർ ആവോ എന്നുള്ളതാണ് ആളുകളോട് സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ലേറ്റ്ലി ഇപ്പോൾ പുതിയ ഓഫീസിൽ പോണ സമയത്ത് എനിക്കൊന്നും കൂടെ ആളുകളോട് കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയി കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഞാൻ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് സോഷ്യലൈസിങ്ങിൽ. അതും അതെനിക്ക് ജോലിയായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു മെയിൻ വിഷനായിരുന്നു ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് 2025 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2026 എൻ്റെ മെയിൻ വിഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അതായത് കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുക, ആളുകളായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റുക. സോ ദാറ്റ് വുഡ് ബി മൈ എയിം ഫോർ 2026. മെന്റൽ വെൽബീങ്. ഓക്കെ, മെന്റൽ വെൽബീങ് എനിക്ക് അതിനെക്കുറിച്ചാണ് കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടാവുക. ഞാൻ എൻ്റെ ബെസ്റ്റ് ഡെസിഷൻ ഇനി ഞാൻ ആ ഇയർ പറഞ്ഞ് കൊളാക്കുന്നില്ല. എൻ്റെ കഴിഞ്ഞ ഇയറിലെ എൻ്റെ ബെസ്റ്റ് ഡെസിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മെൻ്റൽ ഹെൽത്ത് കുറച്ചും കൂടി പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. സോ എന്നോട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സും എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്ന ആളുകൾ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്നോട് കുറേ പറയണത് നീ എന്തിനാ ചിത്രം ഇങ്ങനെ ആലോചിക്കണം, നീ എന്തിനാണ് ഇവിടെ ഈ ഒരു കഥ ഇങ്ങനെ ആലോചിച്ച് പോകണമെന്ന് കുറേ പേര് ചോദിക്കണമായിരുന്നു. പക്ഷെ അത് എൻ്റെ കയ്യിലുള്ളൊരു കാര്യമല്ല. ഐ ഓവർ തിങ്ക് അ ലോട്ട്. ഐ എം എൻ ഓവർ തിങ്കർ എന്നുള്ളൊരു കാര്യം മനസ്സിലായത് എനിക്ക് വിത്ത് സൈക്കോളജിക്കൽ ടേംസ് എനിക്ക് മനസ്സിലായത് 2025 ഈ കഴിഞ്ഞ ഇയറിലാണ്. ആൻഡ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ആങ്സൈറ്റി ബാറ്റിൽ ചെയ്യായിരുന്നു. ആങ്സൈറ്റീൻ്റെ ഒരു പീക്ക് ലെവലിൽ നിന്ന് കുറച്ച് ഡിപ്രഷൻ സിംറ്റംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഈ വർഷം തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ അതിനുള്ള സ്റ്റെപ്സ് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഐ സ്റ്റാർട്ടഡ് തെറാപ്പി. ഞാനിത് ഭയങ്കരമായിട്ട് പറയണമെന്നല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനും ഇത് കുറേ കാലം പഠിച്ചു നിന്ന ഒരാളായിരുന്നു. വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇപ്പം ഇങ്ങനെ ഒന്ന് സംസാരിക്കാനും പറ്റണേ. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ടൊരു പ്രസന്റ് ചെയ്യുന്ന എനിക്ക് കിട്ടുന്ന ഡോപ്പമീൻ റഷ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല കുറച്ച് കാലം. അപ്പോൾ ഇതേപോലത്തെ കുറേ പേര് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു റിമൈൻഡറാണ്. അതായത് നമ്മളിതൊരു സ്റ്റിഗ്മയായിട്ടൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഇസ് വെരി നോർമൽ, വെരി വെരി കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ടേക്കിംഗ് സ്റ്റെപ്സ് അറ്റ് ദ റൈറ്റ് ടൈം ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് വളരെ എൻ്റെ ലേറ്റ് 2025 ഹാസ് ബിക്കം വെരി ഗോൾഡൻ. ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. സോ മെന്റൽ വെൽബീങ് എന്ന് പറയുമ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്തു തുടങ്ങി, അതിനുള്ള ആക്ഷൻസ് എടുത്തു തുടങ്ങി. കുറച്ച് പേര് കൂടെ അതിൽ നിൽക്കുന്നതുകൊണ്ട് ദാറ്റ് ഈസ് ബിക്കമിങ് അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുകയാണ്. സോ ഐ ഹാവ് ഐഡൻറ്റിഫൈഡ് മൈസെൽഫ് ആസ് എ പേഴ്സൺ വിത്ത് ആങ്സൈറ്റി. അപ്പോൾ അത് കുറച്ചും കൂടെ ലൈഫിൽ ആ ഒരു തോന്നൽ അത് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ തോന്നൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുള്ള നമ്മുടെ സ്റ്റെപ്സ് നമ്മൾ എടുക്കുമല്ലോ, അതും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ വർഷം. What do you cherish the most in 2025? ഫസ്റ്റ് ഓഫ് ഓൾ ജോബ് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ചെറുതാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, ഒരു നല്ലൊരു ഇതിലേക്ക് സ്റ്റാർട്ടിങ് കിട്ടി. അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ ആളുകളെ മുന്നിൽ ഐ എം ടു ഗ്രോയിങ് എന്നുള്ളൊരു സാധനം ഒക്കെ വന്നു തുടങ്ങി. പിന്നെ നെക്സ്റ്റ് വൺ ഓഫ് കോഴ്സ് മെൻ്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങി. ഇത് രണ്ടുമാണ് ഞാൻ ചെറിഷ് ചെയ്യുന്ന കുറേ സ്മോൾ മെമ്മറീസ് ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് ചെറിഷ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഇയറിലേക്കും ഇത് കണ്ടിന്യൂ ചെയ്യണം, ഇതിൽ കോട്ടം തട്ടാണ്ട് എനിക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് ഇയറിലും ഒരു മെയിൻ വിഷനായിട്ട് പറയാനുള്ളത്. പിന്നെ അപ്പോൾ ഞാനൊരു ഇപ്പോൾ വിഷൻ ബോർഡിൻ്റെ കാര്യമാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെന്തായാലും ചെയ്യണം എന്നുണ്ട് ഈ ഒരു ഇയറിലേക്ക്. പിന്നെ എല്ലാ വർഷവും ഒരു അനാലിസിസ്, അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടം ഐ ഹാവ് ടു ഡു എവറി ഇയർ. സോ ഇത്രയാണ് എനിക്കൊരു നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം പെട്ടെന്ന് വലിയ പ്ലാൻസ്, കുറേ ട്രാവൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അല്ലാണ്ട് വലിയ പ്ലാൻസ് അങ്ങനെയൊന്നുമില്ല ഇപ്പം തൽക്കാലമില്ല. സോ എനിവേ എ വെരി ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. നിങ്ങൾക്കും ഇതിന് പറ്റട്ടെ. അതായത് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹൗ വാസ് യുവർ 2025? സോറി, ഞാൻ നിങ്ങളെ 2025 കൊള്ളാക്കുന്നില്ല. എന്തായാലും പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. സോ ഹൗ വാസ് ഈ ലാസ്റ്റ് ഇയർ എന്നുള്ളത് അനലൈസ് ചെയ്തത് നല്ലതായിരിക്കും.
and set new goals for next year. So